തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗത്തിൽ ശരീരത്തിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുമോ? ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ശരീരത്തിൽ വെള്ളം കിട്ടുന്നതുകൊണ്ടും മ്യൂക്കോ പോളിസാക്കറൈഡിൻ്റെ പദാർത്ഥം അടിഞ്ഞുകൂടുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. ഈ വെയിറ്റിൻ്റെ വർധന ഇത് നീരായിട്ടാണ് പലപ്പോഴും വരുന്നത്. നീര് വന്നാണ് വെയിറ്റ് കൂടുന്നത്, അല്ലാതെ കൊഴുപ്പ് കൂടിയിട്ട് ശരീരം വണ്ണിക്കുന്നതല്ല. നാം അറിയേണ്ട കാര്യം, ഈ അമിത ഭാരവർദ്ധനവെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അടിസ്ഥാന ഭാരത്തിൻ്റെ 10% ഒരിക്കലും വരുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് പരമാവധി 10 കിലോയ്ക്കപ്പുറം ഈ ഹൈപ്പോതൈറോയിഡിസം കാരണം ഒരാളുടെ വെയിറ്റ് കൂടത്തില്ല. അപ്പോൾ തുടക്കത്തിൽ ഒരാളുടെ ഭാരം മരുന്ന് ചികിത്സയ്ക്ക് മുമ്പ് ഈ വെയിറ്റ് കണ്ടമാനം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് കൊണ്ടോ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും. അടുത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവിന് കഴിക്കുന്ന തൈറോക്സിൻ സോഡിയം എന്ന് പറയുന്നൊരു ഗുളിയാണ്. ഈ തൈറോക്സിൻ സോഡിയം ഗുളിക കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഈ അമിതമായിട്ട് വർദ്ധിച്ച ഭാരം മാത്രമേ കുറയുള്ളൂ. വെള്ളം കെട്ടിക്കിടന്നുകൊണ്ടുള്ള ഭാരം മാത്രമേ കുറയുള്ളൂ. ആഹാരം അമിതമായിട്ട് കഴിച്ച് ഫാറ്റ് കൂടിയത് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ഒരിക്കലും ഈ ഗുളിക കഴിച്ചുകൊണ്ട് കുറയുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും പിന്നീട് രക്തപരിശോധന ചെയ്യാറില്ല. നമ്മൾ ഈ കൃത്യമായിട്ട് രക്തപരിശോധന ചെയ്യുകയും തൈറോയിഡിൻ്റെ മരുന്നുകൾ കുറയ്ക്കേണ്ടതാണെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ കുറയ്ക്കുന്നില്ലെങ്കിൽ ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്ന അവസ്ഥ മാറി തിരിഞ്ഞു വീണിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥയിൽ ആളിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അറിയേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു കാരണമല്ലെങ്കിൽ നമ്മൾ പ്രമേഹ രോഗം ഉണ്ടോ എന്ന് നോക്കണം. വെയിറ്റ് അമിതമായിട്ട് കുറയുന്നെങ്കിൽ നമുക്ക് ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയിട്ടില്ലെങ്കിൽ പ്രമേഹ രോഗം ഉണ്ടോ എന്ന് നോക്കുക. അതുമില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാരക രോഗം ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് അതിൻ്റെ പരിശോധന ഡോക്ടറെ കണ്ട് ചെയ്യിക്കണം. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത്? എപ്പോഴും നമ്മളൊരു വെയിങ് മെഷീൻ വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. രാവിലെ 5 മണിയെന്നോ 6 മണിയെന്നോ പറയുന്ന ഒരു സമയം ഫിക്സ് ചെയ്യുക. എന്നിട്ട് രാവിലെ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ച് മലവിസർജനം കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളം കുടിക്കുക, ഒരു ആഹാരം കഴിക്കാതെ വേണം നമ്മൾ ഈ വെയിറ്റ് നോക്കാൻ. അല്ല ഒരു ദിവസം രാവിലെ നോക്കി, ഒരു ദിവസം വൈകിട്ട് നോക്കി, ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കി, ഒരു ദിവസം ആഹാരത്തിന് മുൻപ് നോക്കി, ഒരു ദിവസം ആഹാരത്തിന് ശേഷം നോക്കി. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ വെയിറ്റിലുള്ള ചെറിയ മാറ്റങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഓർക്കേണ്ട കാര്യം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ശരീരഭാരത്തിൻ്റെ 10% അല്ലെങ്കിൽ ആകെ 10 കിലോയ്ക്ക് അപ്പുറം കുറയില്ല. അതോടൊപ്പം തന്നെ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന അവസരത്തിൽ ഈ അമിതമായ 10% കൂടിയ വെയിറ്റ് അല്ലാതെ അപ്പുറം വെയിറ്റ് കുറയുന്നെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഡോക്ടറെ പോയി കാണണം. ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തിൽ, ഹരിപ്പാട്.